89.6 FM Sargakshetra SK Hotspot. സർഗക്ഷേത്ര 89.6 FM-ൽ SK ഹോട്ട്സ്പോട്ട് ആണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. സോ SK ഹോട്ട്സ്പോട്ട് നിർബന്ധമാണ് അല്ലേ. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഒരു സ്പെഷ്യൽ പേഴ്സണെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആരാണെന്ന് നമുക്ക് വഴിയെ പരിചയപ്പെടാം. പക്ഷെ അതിനു മുൻപ് ഈ അടുത്ത് റിലീസായ സിനിമകളിൽ വെച്ച് ഒരു ആക്ഷൻ കിടിലൻ ത്രില്ലർ പടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റവാക്കിൽ ഉത്തരം പറയും അത് മുറയാണെന്ന്. കാരണം അത്രയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നിട്ടുള്ളൊരു പടമായിരുന്നു മുറ. അപ്പോൾ മുറയുടെ ഡയറക്ടർ തന്നെ നമുക്ക് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മുഹമ്മദ് മുസ്തഫ. ചേട്ടോ നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോകുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ ഉഷാറാണ്, നന്നായിട്ട് പോകുന്നു. ഓക്കെ, പടം കണ്ട എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. സന്തോഷം. മെസ്സേജുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ചേട്ടനൊരു വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. നന്നായിട്ട് തന്നെ മുറ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും തിയേറ്ററിൽ പോയി കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ പറഞ്ഞതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. കണ്ട ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും. അതെ തീർച്ചയായിട്ടും. ഞാൻ എന്തായാലും നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഇൻട്രോ പറയാണ്. നമ്മുടെ സ്വന്തം മുസ്തഫ ചേട്ടൻ ഇതിനു മുൻപും നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്, അതും കപ്പേള മൂവിയിലൂടെ. അപ്പൊ എന്തായാലും ഇന്ന് മുഴുവൻ കപ്പേള ആൻഡ് മുറ സിനിമകളുടെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ സ്വന്തം മുസ്തഫ ചേട്ടന്റെ വിശേഷങ്ങളും ജീവിതങ്ങളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോവാണ് SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ നമ്മൾ തകർക്കും അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്കൊരു ഐശ്വര്യമായിട്ടൊരു പാട്ടോട് കൂടി തന്നെ നമ്മുടെ SK ഹോട്ട്സ്പോട്ട് അങ്ങോട്ട് തുടങ്ങാം. ബാക്കി വിശേഷങ്ങൾ പിന്നെ. യു ആർ ലിസ്ണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് ഈ ഞായറാഴ്ച ദിവസം നമ്മുടെ SK ഹോട്ട്സ്പോട്ടിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് എത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ ആളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ഇരിക്കട്ടെ ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മുടെ സ്വന്തം മുഹമ്മദ് മുസ്തഫ, കപ്പേള ആൻഡ് മുറ സിനിമകളുടെ ഡയറക്ടർ, അതുപോലെ നിരവധി സിനിമകളിൽ വലിയൊരു ആർട്ടിസ്റ്റും കൂടിയായിട്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മുഖമാണ്, ശബ്ദമാണ്. ചേട്ടാ, നമ്മൾ അങ്ങനെ വീണ്ടും കേട്ടുമുട്ടാൻ പോവാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഇന്ന് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, എങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യങ്ങൾക്കിടയിലൊക്കെ മാറി നടക്കുക. അതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിയാം, നമുക്ക് കപ്പേള ആൻഡ് മുറ സിനിമകളുടെ വിശേഷങ്ങളിലേക്കൊക്കെ വരാൻ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പക്ഷെ അതിനൊക്കെ മുൻപുള്ള മുഹമ്മദ് മുസ്തഫ, സിനിമകളിലേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു മുഹമ്മദ് മുസ്തഫ ആരായിരുന്നു എന്നറിയാൻ നല്ല താല്പര്യമുണ്ട്. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരു അമേച്ചർ നാടക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതില് നാടകങ്ങളൊക്കെ കളിച്ച് നടക്കുമായിരുന്നു. എന്റെ പ്രൊഫഷൻ, എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഇപ്പം കുറച്ചു നാളായിട്ട് ഇല്ല, കുറച്ചു കാലമായിട്ട് സ്റ്റുഡിയോയും ഫോട്ടോഗ്രാഫിയും ഒന്നും ഇല്ല. സിനിമ മാത്രമാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട്. സിനിമയാണ് ജീവിതം. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും മിമിക്രി ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഭാവിയിൽ ആവശ്യം വരും, നമ്മുടെ ഭാവി സംസാരങ്ങളെല്ലാം ഭാവിയിൽ വരും. പക്ഷെ ഇന്ന് എനിക്ക് ഒട്ടും വയ്യ. ഞാൻ എല്ലാ പ്രൊമോഷൻ പരിപാടിയിലൊക്കെ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സൗണ്ട്, വോയിസ് നല്ല ക്രാക്കാണ്, ചുമയുണ്ട്. ഓ, അപ്പൊ പണി കിട്ടി. അപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റില്ല, പിന്നൊരു അവസരത്തിൽ നമുക്ക് കേൾക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോ നമ്മുടെ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ആക്ടറിനെ നമുക്കറിയാം, ഡയറക്ടറിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, 2 സിനിമകളിലൂടെ നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനു മുൻപുള്ള ആ ഒരു ഫോട്ടോഗ്രാഫറിന്റെ ലൈഫിലേക്ക് നമ്മൾ ഒന്ന് എത്തി നോക്കി. അതുപോലെ ഒരു മിമിക്രി താരമാണെന്ന് നമ്മളിത് അറിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ സിനിമകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല നല്ല ക്യാരക്ടേഴ്സും വന്ന് എത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ലേ? അപ്പൊ ഇനി അഭിനയിക്കാൻ താല്പര്യമില്ലേ? ഫുള്ള് ഡയറക്ഷനിലേക്ക് പോവാണോ? പിന്നെ അഭിനയം മാത്രമാണ് താല്പര്യം. അഭിനയിക്കാൻ ആരും വിളിക്കാത്തതുകൊണ്ട് ഇടവേളകളിൽ ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്നു. ഇടവേളകളിൽ ആനന്ദകരമാക്കാൻ അല്ലേ? ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ. അതെ. എന്തായാലും ആ ആനന്ദകരമാക്കല് ഞങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്തിട്ടുണ്ട്. നല്ല കിടിലൻ സിനിമകൾ തന്നെയാണ് പ്രേക്ഷകർക്ക് ചേട്ടന്റെ വക കിട്ടിയിട്ടുള്ളത്. അതെ, എല്ലാരും മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും കപ്പേളയും കോട്ട് ചെയ്ത് പറയുന്നു എല്ലാരും. ഈ മുറ കണ്ട ആളുകളും കപ്പേള നന്നായിരുന്നു എന്ന് പറഞ്ഞ് അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. വലിയ സന്തോഷം. അതെ, അതായത് ഈ നമ്മുടെ മുറയുടെ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ ഇറങ്ങുന്ന സമയത്ത് മുഴുവൻ ഫ്രം ദി ഡയറക്ടർ ഓഫ് കപ്പേള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമുക്ക് ഒരു ശുഭപ്രതീക്ഷ, 100% വിജയം എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് തിയേറ്ററുകളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്
ആണ് മുറ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങൾ പാട്ടിന് ശേഷം. മുഹമ്മദ് മുസ്തഫ നമ്മോടൊപ്പം തന്നെയുണ്ട്. ചേട്ടൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. ചുമയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല അല്ലേ? ഓക്കെ, കേട്ടുകൊണ്ടേയിരിക്കൂ. SK ഹോട്ട്സ്പോട്ടിൽ കൂടെയുള്ള തന്നെയാണ്. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് അന്നെയാണ്. മുഹമ്മദ് മുസ്തഫയാണ് നമ്മുടെ കൂടെയുള്ളത് എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണെ. ചേട്ടപ്പം നമ്മൾ സിനിമയിലേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടം നമ്മൾ സംസാരിച്ചായിരുന്നു. ഇനി സിനിമയിലേക്ക് വന്നത് ശരിക്കും എങ്ങനെയായിരുന്നു? വരാൻ കാരണം നമ്മൾ അമൃത ടിവിയുടെ ഒരു ബെസ്റ്റ് ആയിട്ട് റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. ഒരു 14-15 വർഷം മുന്നേ നടന്നൊരു റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ഫൈനലിസ്റ്റ് ആയിരുന്നു. ഒരു 5 പേരിൽ ഉണ്ടായിരുന്നു. ഫൈനലിൽ വന്ന 5 പേരിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോ അതാണ് ഒരു നിമിത്തമായത്. സിനിമയിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം കിട്ടിയത് അങ്ങനെയാണ്. അത് ഒരു 6 മാസം നമ്മളൊരു സ്റ്റഡി പോലെ ആയിരുന്നു ആ ഒരു റിയാലിറ്റി ഷോ. കാരണം നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ റിസർച്ച് ചെയ്യുന്നു, നമ്മൾ അവിടെ പോയി ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയ 6 മാസക്കാലം നമ്മളുടെ ആക്ടറെ കുറച്ചും കൂടി മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു, പ്ലാറ്റ്ഫോം ആയിരുന്നു. അതുവഴിയാണ് പിന്നെ സിനിമയിലോട്ട് ഞാൻ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അതൊരു ട്രെയിനിങ് പീരീഡ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടത് അങ്ങനെയാണ്. കാരണം നമ്മൾ അതിന് മുന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റേജിൽ മാത്രം പെർഫോം ചെയ്തിട്ടുള്ളൂ. ഒരു ക്യാമറയ്ക്ക് മുന്നിലോ ഒരു സിനിമാറ്റിക് ആക്ടിങ് എന്താണെന്നോ ഒന്നും അറിയാത്തൊരു സമയമായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് നമ്മൾ അവിടെ പോയി ചെയ്യുമ്പോൾ നമുക്കത് ടെലികാസ്റ്റ് ചെയ്ത് വരുമ്പോൾ ടി വിയിൽ വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ ഇത്രയും വേണ്ടല്ലോ, കുറച്ച് കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ട്യൂൺ പരിപാടി കൂടി ആയിരുന്നു അത്. ഓക്കെ, അപ്പൊ അതുപോലെ ചേട്ടൻ ഇപ്പോൾ ഡയറക്ഷന്റെ ആ ഒരു ഫീൽഡിലാണെങ്കിലും സൂപ്പർ ആയിട്ട് പോകുന്നു, അതുപോലെ ആക്ടിങ്ങിലാണെങ്കിലും ഇത് രണ്ടിലും വെച്ച് ഏതാണ് ചേട്ടൻ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം? എനിക്ക് ഇത് രണ്ടും എന്താ പറയാ, രണ്ടും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. സിനിമയ്ക്കകത്ത് എന്താണെങ്കിലും നമ്മൾ ചെയ്യാൻ റെഡിയാണ്. അപ്പൊ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ ആലോചിച്ചിട്ടില്ല. ഇത് രണ്ടും എൻജോയ് ചെയ്യുന്നു. ആക്ടിങ് കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ് ഡബിങ് അത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാറാം, വേറെ എന്തിലേക്ക് പോവാം. ഇതൊരു 1.5 വർഷമായിട്ട് ഒരു സിനിമയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ ഇതിന്റെ ബാക്കി കാസ്റ്റിംഗ് എല്ലാ കാര്യങ്ങളും നോക്കി നമ്മളിതിന്റെ പ്രൊമോഷൻ പരിപാടി വരെ നമ്മൾ ഈ സിനിമയുടെ കൂടെയാണ്. അതൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അതും ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യുന്നു. അവസാനം ഇങ്ങനത്തെ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ, നല്ല കമന്റ്സുകളും നല്ല അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ അതും സന്തോഷമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. കുറേ അധികം ആളുകൾ ഇപ്പൊ ആക്ടേഴ്സ് തന്നെ കേട്ടോ ഡയറക്ഷനിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഇപ്പൊ നമുക്ക് കാണുന്നവർക്കാണെങ്കിലും ഇതിലിപ്പോൾ ഏതായിരിക്കും ഇവർക്ക് ബുദ്ധിമുട്ട് എന്നുള്ള ചോദ്യത്തിന് ഒരു ചെറിയ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടും ഈസി തന്നെയാണ്. പക്ഷെ ആ ഒരു സ്നേഹം ഉണ്ടായാൽ മതി അല്ലേ? ഈസിയാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ സ്വന്തം ഡയറക്ടർ, അതായത് കപ്പേള മുറ സിനിമകളുടെ ഡയറക്ടർ ആയിട്ട് വിളിക്കാൻ തന്നെയാണ് എനിക്കും താല്പര്യം കേട്ടോ. നമ്മുടെ സ്വന്തം മുഹമ്മദ് മുസ്തഫ തന്നെയാണ് കൂടെയുള്ളത്. SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. ഹലോ, ഹായ്, നമസ്കാരം. SK ഹോട്ട്സ്പോട്ടിൽ ഇന്ന് അന്നയാണ് കൂടെയുള്ളത്. ഒപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ട്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമകളുടെ പ്രിയപ്പെട്ട ഒരു ഡയറക്ടർ മുഹമ്മദ് മുസ്തഫ. ചേട്ടൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സിനിമയുടെ കാര്യങ്ങളിലേക്ക്, ആക്ടിങ് അല്ലാതെ ഡയറക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ കപ്പേള സിനിമ എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ചേട്ടൻ്റെ ലൈഫിൽ അല്ലേ? കപ്പേളയിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? പ്രാർത്ഥിച്ചെത്തിയതാണോ? അല്ല, കപ്പേളയിലേക്ക് നമ്മൾ ഡയറക്ഷൻ താല്പര്യമുള്ളത് കാരണം നമ്മളത് നേരത്തെ ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് അങ്ങനെ നിൽക്കുന്നു. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഒരു പടം ചെയ്യണം. അത് ഒരു ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അത് മാക്സിമം നന്നാക്കണം, അല്ലെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തണം, ആളുകൾ നല്ലത് പറയണം, അങ്ങനത്തെ ചിന്തകളൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളില്. അപ്പോ കപ്പേളന്റെ ഒരു കണ്ടന്റ് നാട്ടിലൊരു സുഹൃത്ത് വന്ന് പറയുമ്പോൾ എത്രത്തോളം അത് ഈ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അതുമായിട്ടൊരു 3-3.5 വർഷം ഞാൻ ട്രാവൽ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അതിന് അത്രയും ഒരു ക്ലാരിറ്റി വന്നത്. അതിന്റെ ഒരു ഫോമിലേക്ക് അത് വരാൻ അത്രയും സമയമെടുക്കും ആണല്ലേ? എന്തായാലും കപ്പേള ശരിക്കും നമ്മളെ ഞെട്ടിച്ചൊരു മൂവി തന്നെയായിരുന്നു. കപ്പേളയുടെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? സിമ്പിൾ ആയിരുന്നോ? കാസ്റ്റിംഗ് ഞാൻ
സമയത്ത് വേറെ കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ അത് തിരക്കുള്ള ആളുകളും ആർട്ടിസ്റ്റുകളൊക്കെ ആയത് കാരണം പല 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 സമയങ്ങളിലായിട്ട് അത് മാറിപ്പോയി. അവസാനമാണ് ഇപ്പം നമ്മൾ കണ്ട കാസ്റ്റിംഗിലേക്കൊക്കെ എത്തിയത്. ഓക്കെ, എന്തായാലും ഇപ്പോ ഈ ഒരു സമയത്ത് കുറെ അധികം ആളുകൾ പുതുമുഖങ്ങളെ വെച്ച് പല ഹിറ്റുകളും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോ അവരിലേക്ക് ഒരു പൊൻതൂവൽ കൂടിയെന്ന് നമുക്ക് മുഹമ്മദ് മുസ്തഫയും വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കപ്പേളയും അല്ലെങ്കിൽ മുറ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു കാര്യത്തിന്. ഞാൻ പക്ഷേ കപ്പേളയിൽ തന്നെ സ്റ്റക്കാണ് കേട്ടോ. കാരണം ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ്റെ ആദ്യത്തെ ഒരു ഡെബ്യൂ ഡയറക്ടോറിയൽ ഫിലിമാണ് നമ്മുടെ കപ്പേള എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടി, ബെസ്റ്റ് ആക്ട്രസിനും അതുപോലെ ബെസ്റ്റ് ഡയറക്ടറിനും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? അത് ഒട്ടും പ്രതീക്ഷിച്ചല്ല ഞാൻ. പക്ഷെ അന്നയുടെ കാര്യത്തില് അന്ന അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുമായിരുന്നു ഇത് കുറച്ച് സ്പെഷ്യൽ ആണ്, എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പരാമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്റെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നയുടെ അടുത്ത് ഡയറക്ടർ പറഞ്ഞില്ലെങ്കിലും പക്ഷെ നമുക്കൊരു തോന്നലുണ്ടായിരുന്നു അവിടേക്ക് എത്തും. പക്ഷെ എനിക്കൊരു ഡെബ്യൂ ഡയറക്ടർ കിട്ടും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മൾ ചെയ്തത് അത്രയും സത്യസന്ധമായ ഒരു വർക്ക് ചെയ്യുന്നതിനുള്ള റിസൾട്ടും അല്ലെങ്കിൽ ഒരു നമ്മളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രചോദനമാണ് ബാക്കിയുള്ള ആളുകൾക്കും പുതിയ ഡയറക്ടേഴ്സിനും ഒക്കെ. തീർച്ചയായിട്ടും. അയ്യോ, ശരിക്കും നമ്മുടെ ഹാർഡ് വർക്കിന് തിരിച്ചൊരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു മേഖലയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവിടെ ഒരു ജനശ്രദ്ധ നേടാന്ന് പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ല, നമുക്കറിയാം. അപ്പോൾ കപ്പേള എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം നമ്മൾ അത്രയും സ്നേഹിച്ച ഒരു കഥാപാത്രമാണ് അവസാനം നമ്മളുടെ ഒരു സ്നേക്ക് സ്വഭാവമൊക്കെ കാണിക്കാന്ന് പറയുന്ന പോലെ ഒറ്റടിക്ക് നെഗറ്റീവ് ഷെയ്ഡായിട്ട് മാറി നമ്മളെ തന്നെ ഞെട്ടിക്കുക. നോർമലി സിനിമയിൽ നായിക ഞെട്ടുന്നുണ്ട്, ഓക്കെ ഫൈൻ. പക്ഷെ ഇത് കണ്ടിരിക്കുന്നവരും എന്റെ ദൈവമേ ഇമാതിരി ഒരു പണി ഒപ്പിച്ചല്ലോ എന്ന് നമ്മൾ വിചാരിക്കില്ലോ. അതെ അതെ അല്ല, ഞാൻ എപ്പോഴും അങ്ങനെ ഒരു കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു പരിപാടി ആദ്യം മുതൽ എന്റെ സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻസിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിന് എന്ത് സംഭവിക്കുന്നു ആ സമയത്ത് ക്യാരക്ടറിന് ഞെട്ടൽ സംഭവിക്കുന്നെങ്കിൽ ആ സമയത്ത് ഓഡിയൻസിനും ഞെട്ടൽ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അത് മുറയിലാണെങ്കിലും അങ്ങനെ കുറച്ചൊക്കെ കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു പരിപാടി. ഓക്കെ 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 അപ്പൊ എന്തായാലും മുറയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് മുറ പോലെ വരാം. പക്ഷെ ഇനി നമ്മളൊരു പാട്ട് കേൾക്കാനായിട്ട് പോവാണ്. കീപ് ഓൺ ലിസണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്നത്തെ SK ഹോട്ട്സ്പോട്ടിൽ സ്പെഷ്യൽ സൺഡേയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെ നമ്മോടൊപ്പം ഉണ്ട്, നമ്മുടെ സ്വന്തം മുഹമ്മദ് മുസ്തഫ. ചേട്ടാ, ഇനി നമുക്ക് കുറേ നേരമായിട്ട് അറിയാൻ താല്പര്യമുള്ള കാര്യത്തിലേക്ക് തന്നെ പോവാണ്. മുറ സിനിമ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ കാസ്റ്റ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ കുറച്ച് മുൻപേ തന്നെ പറഞ്ഞിരുന്നു, പുതുമുഖങ്ങളെ വെച്ച് ഹിറ്റടിക്കുന്ന സംവിധായകർ കൂടി വരുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. എങ്കിലും ഒരു ചെറിയൊരു പേടിയോട് കൂടിയിട്ടാണെങ്കിലും ആണ് ചില സമയത്ത് ആളുകൾ സിനിമയ്ക്ക് കയറുന്നത്. അവർക്കൊരു ഉറപ്പുണ്ടാവില്ല ചില സമയത്ത്, അല്ലേ? ഒരു ഗ്യാരണ്ടി കുറവുണ്ടായിരിക്കും ഇനിയിപ്പം പൈസ പോവോ എന്നുള്ളത്. പുതിയ ആൾക്കാരാകുമ്പോ ഒന്നും അറിയില്ലല്ലോ അവരെ കുറിച്ച്. അതെ അതെ അതെ, ആ ഒരു എന്താ നമ്മൾ അവരെ ഓൾറെഡി ജഡ്ജ് ചെയ്യും. ആൻഡ് സിനിമയ്ക്ക് പോകാൻ ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി സൂപ്പർ സ്റ്റാർസിന്റെ ഫിലിംസ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വ്യതിചലിക്കാനാണ് സാധ്യത. പക്ഷേ മുറ എല്ലാ മുറകളും തെറ്റിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും അതിൽ ആ സിനിമയിൽ നമ്മുടെ സുരാജേടൻ ഉണ്ട് സിനിമയിൽ, അതുപോലെ മാല പാർവതി, ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് അവരുടെ ക്യാരക്ടേഴ്സ്. പക്ഷേ ഈ 4 പിള്ളേരാണ് സിനിമയുടെ താരങ്ങൾ, അല്ലേ? അതിൽ ഇപ്പം നമ്മുടെ ഹൃദു ഹാരൂണിനെ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഫിലിം ഫെസ്റ്റിവൽ, കാൻസ് ഫിലിം ഫെസ്റ്റിവൽ പോലെയുള്ള ഒരു ബിഗ് അച്ചീവ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരു ആക്ടറാണ്. അതുപോലെ കനീകു ശ്രുതി സിനിമയിലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വലിയൊരു ടീമിന്റെ വിജയം തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇവരുടെയൊക്കെ ഒരു കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? അതുപോലെ കാസ്റ്റിംഗ് കാലം ഇട്ടു നമ്മൾ, പക്ഷെ അതിന് വേണ്ടത്ര ആളുകൾ കിട്ടിയില്ല. ഒരുപാട് ആളുകൾ വന്നു, പക്ഷെ നമുക്ക് യോജിക്കുന്ന ആളുകളെ, ക്യാരക്ടറിനെ യോജിക്കുന്ന ആളുകളെ ഞാൻ മുൻപ് എപ്പോഴോ ഹൃദു ഹാറൂണിന്റെ അക്കൗണ്ടുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടിരുന്നു ഈ കാസ്റ്റിംഗ് കോളിന്റെ. തിരുവനന്തപുരംകാര് അടിച്ച് പൊളിക്കാനുള്ളോ അങ്ങനെ എന്തോ ടൈപ്പ് ഓഫ് സംഭവമായിരുന്നു. നന്നായിട്ട് തകർത്തടിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റർ. അത് ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. അത് കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം പിന്നെ നമ്മൾ ക്യാമ്പസുകളിലും നാടക സംഘങ്ങളിലും പിന്നെ
അങ്ങനെ അത്തരം ക്യാമ്പുകൾ നടക്കുന്നിടത്തൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെയും തപ്പിയെടുത്തത്. എല്ലാ ആളുകളെയും അല്ലാതെ കുറച്ചുപേരൊക്കെ നമ്മൾ ക്യാരക്ടർ റോളൊക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് ഓഡിഷൻ ചെയ്ത് കിട്ടി. അമ്മമാരെ ക്യാരക്ടർ. ഓക്കെ, എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു തോന്നുന്നുണ്ടല്ലേ? അമ്മമാരാണെങ്കിലും. അതെ, എല്ലാവരും. അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? കാരണം ആദ്യമായിട്ടാണ് സിനിമ എന്ന് പറയുന്ന ഒരു ഡ്രീമിലേക്ക് വരുന്നത്. അപ്പോ ആസ് എ ഡയറക്ടർ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഒരു അപ്രോച്ച്? അതെ, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളൊരു 10 ദിവസം ക്യാമ്പ് വെച്ചിരുന്നു. 10 ദിവസം ക്യാമ്പിനകത്തേക്ക് മാക്സിമം എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുവന്നു. ആദ്യത്തെ ആ ഒരു ഭയവും പരിപാടിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു ക്യാമ്പ് വെച്ചിരുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നത്. അപ്പോ അത്തരം പേടികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ട് ആയിരുന്നു. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്കും ഭയങ്കര ഈസി ആയിരുന്നു. ഓ, അതുപോലെ ഇപ്പോ ഇവരുടെ ഈ ഒരു പിള്ളേരുടെ സിനിമ എന്നുള്ള രീതിയിലാണല്ലോ നമുക്ക് ഈ സിനിമയുടെ ട്രെയിലറിലാണെങ്കിലും കാണുന്നത്. സിനിമ ഇറങ്ങുന്ന സമയത്ത് കുറേ അധികം ആളുകളും ഈ റിവ്യൂവേഴ്സിന്റെ വീഡിയോസ് വരാൻ കാത്തിരിക്കാറുണ്ട്. അതായത് അവര് ഇപ്പൊ കുറേ അധികം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ കുറേ അധികം റിവ്യൂവേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ സിനിമയുടെ അഭിപ്രായം കണ്ടിട്ടാണ് കുറേ അധികം ആളുകളും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 100-ൽ ഒരു 50% വേണമെങ്കിൽ അങ്ങനെ തന്നെയാണ് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പൊ ഈ റിവ്യൂവേഴ്സ് നമ്മൾ എടുത്ത് പറയുന്ന കുറേ അധികം ആളുകളും അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതലും അവരുടെ വാക്കുകൾക്ക് വില നൽകുന്ന, അതെ ഉറപ്പായിട്ടും പ്രതികരിക്കുന്നവര്, അവരെല്ലാവരും ഈക്വലി എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് പറഞ്ഞൊരു മൂവിയാണ് മുറ. ഇപ്പൊ ഞാൻ സിനിമ കണ്ടൊരു വ്യക്തി തന്നെ എന്നുള്ള നിലയിൽ ഞാനും റിവ്യൂ കണ്ടിട്ടാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ടു ബി ഓണസ്റ്റ്, ഞാനും റിവ്യൂ കണ്ടിട്ടാണ് ഞാനും സിനിമയ്ക്ക് പോയത്. പക്ഷേ ഞാൻ സിനിമയ്ക്ക് കയറിയപ്പോൾ പ്രതീക്ഷിച്ചു ഇത് ഇടിപ്പടം തന്നെയാണ് ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഇടി മാത്രമല്ല എന്ന് എനിക്ക് ആ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ പല തരത്തിലുള്ള ഇമോഷൻസ് സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡയറക്ഷൻ എങ്ങനെ തോന്നി? ഇപ്പോൾ നമ്മുടെ കപ്പേള വെച്ച് നോക്കുകയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് മുറ, മൊത്തത്തിലൊരു ആക്ഷൻ. അതായത് കപ്പേള കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു ഒരിക്കലും കപ്പേള പോലത്തെ ഒരു സിനിമ ആയിരിക്കരുത് അടുത്ത പടം എന്നുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോ അങ്ങനെ വർഷങ്ങളായിട്ട് റൈറ്ററും ഞാനും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ കുറെ കാര്യങ്ങളായിട്ട് നടക്കുന്നു. ഇതിന്റെ കുറെ കണ്ടന്റുകൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചെതറി പറഞ്ഞിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ പിള്ളേരെ വെച്ച് പുതിയ ആളുകളാകുമ്പോൾ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിലോട്ട് ലാൻഡ് ആവുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ മുറയുടെ കാസ്റ്റിംഗ് ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും എത്ര നാൾ മുൻപേ മുറയുടെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മുറയുടെ നീക്കങ്ങൾ? ഏതാണ്ട് ഒരു 1.5 വർഷത്തോളമായി നമ്മളിതിന്റെ ഒരു പ്രീ വർക്കും തൊട്ട് തുടങ്ങിയിട്ട്. നമ്മൾ റൈറ്റിംഗ് മുതലേ നമ്മൾ ഒരു സ്പേസ് എടുത്ത് അവിടെ നിന്നാണ് തുടങ്ങി. അല്ലാതെ നേരത്തെ സ്ക്രിപ്റ്റ് ആയ ഒരു സാധനം വെച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ പ്രൊഡക്ഷനിൽ പോയതല്ല. നമ്മൾ പ്രൊഡക്ഷനിൽ കഥ പറയുന്ന കൂട്ടത്തിൽ കുറെ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കഥ എന്നാ ഇത് നമുക്ക് മിസ് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ അതിന്റെ എഴുത്തിലോട്ട് പോകുന്നു. കാരണം നമ്മൾ കഥ പറയുന്ന സമയത്തും ഇതിന്റെ ഒരു എഴുത്ത് പരിപാടിയിലേക്ക് ലാൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ എഴുതി തുടങ്ങിയത്. അപ്പൊ ആ സമയം മുതൽ നോക്കുമ്പോൾ ഒരു 1.5 വർഷത്തോളമായിട്ട് ഇതിന്റെ പുറകിലാണ്. അപ്പോ കപ്പേള എന്ന് പറയുന്നത് ശരിക്ക് ആ സമയത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ കോവിഡ് വന്നത് അല്ലേ? പക്ഷെ ആളുകള് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ജെം ആണ് കപ്പേള. അപ്പൊ അതുപോലെ തന്നെ പ്രതീക്ഷിച്ച് കിട്ടിയ ഒരു സിനിമ തന്നെയാണ് മുറ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതാ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് part is on the way. Keep on listening to SK Hotspot. You are listening to Sargik Kshetra 89.6 FM. Kadoram Karudalai Kalathinopam 89.6 FM Sargik Kshetra. SK Hotspot. Welcome back to SK Hotspot. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മോടൊപ്പം മുഹമ്മദ് മുസ്തഫയാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ കുറേയധികം സിനിമാ വിശേഷങ്ങൾ മാത്രം പറയുന്ന ഒരു സെഗ്മെന്റ് ആയിട്ട് കൂടെ ഞാനിത് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ മുറയുടെ കാര്യം കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു, ലൈക്ക് അവരുടെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു എന്നൊക്കെ സംസാരിച്ചിരുന്നു. ഒരു പകുതിയിലധികം ആളുകളും ആ സിനിമയിൽ പുതുമുഖങ്ങളാണ് എന്ന് ചേട്ടൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ മുറയിൽ ടെൻഷൻ തോന്നിയത് അല്ലെങ്കിൽ ഭയങ്കര ഒരു എഫേർട്ട് ഇടേണ്ടി വന്നത് എന്ത് കാര്യത്തിനായിരിക്കും? ടോട്ടലി സിനിമ എഫേർട്ട് ഇടേണ്ട ഒരു സാധനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ മാക്സിമം ഇതിന്റെ ടെക്നീഷ്യന്മാരുടെ അടുത്ത്, ക്യാമറമാൻ ആണെങ്കിലും അതിന്റെ കൂടെ നിൽക്കുന്ന അവരുടെ ടീമാണെങ്കിലും മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് എല്ലാവരുടെ അടുത്തും നമ്മൾ മാക്സിമം എഫേർട്ട് ഇടണം ഇതിനകത്ത്. അതാണ് ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പം മുറയിലെ എല്ലാ സീക്വൻസുകളും എഫേർട്ട് ആയിട്ടുള്ള പരിപാടികളായിരുന്നു. കാരണം ഇത് ഫൈറ്റ് ആക്ഷൻ സീക്വൻസുകളായതുകൊണ്ട്
അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ലൊക്കേഷൻ ഷിഫ്റ്റ് ആയി പോകുന്നു. ഒരു സ്ഥലത്ത് തീർത്തിട്ടില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ തീർത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പൊ ഇവിടെ തീർക്കണമെങ്കിൽ നമുക്ക് ഡേ ലൈറ്റ് പോകുന്നതിന് മുന്നേ ചിലപ്പോൾ തീർക്കേണ്ടി വരും. അങ്ങനത്തെ ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. ടൈറ്റ് ഷെഡ്യൂൾ മീൻസ് തിരുവനന്തപുരത്ത് തന്നെ ഒരു 10-15ഓളം ലൊക്കേഷനുകൾ നമ്മൾ മാറി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഒരു ഭയങ്കര മാരത്തോൺ ഷൂട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഓട്ടത്തോടായിരുന്നു അല്ലേ, കൂട്ടയോട്ടായിരുന്നു. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അതായിരുന്നു ഇച്ചിരി ടെൻഷൻ. മൊത്തത്തിലൊരു ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാം, എന്നാലും ഞാനൊന്ന് എടുത്ത് ചോദിച്ചു എന്ന് മാത്രം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനിടയായിട്ട് വേറൊന്നുമല്ല, നമ്മുടെ മുറ സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു മലയാളത്തിന്റെ കിൽ മൂവിയാണ് എന്നുള്ളൊരു രീതിയിൽ. കിൽ എന്ന് പറയുന്ന മൂവി നമ്മുടെ ഇന്ത്യ കണ്ടുവച്ച് ഏറ്റവും ഒരു മോസ്റ്റ് വയലൻസ് ഉള്ള പടമാണ് കില്ല്. അപ്പോൾ മലയാളത്തിൻ്റെ ഒരു കില്ലെന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ എത്രത്തിലായിരിക്കുന്നത്. ഞാനിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ക്ലൈമാക്സ് രംഗങ്ങളോട് അടുത്തപ്പോൾ ദൈവമേ ഓ ഓ എന്നുള്ളൊരു എക്സ്പ്രഷനായി പോയി. കാരണം പക്ഷെ നമുക്ക് തോന്നൂട്ടോ, കിട്ടേണ്ട അടി തന്നെയാണ് എന്നുള്ളൊരു ഇമോഷനും മനസ്സിൽ വരും. അപ്പോൾ എന്തായാലും ആക്ഷൻ സീക്വൻസ് ഒക്കെ എങ്ങനെ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. കാരണം ഇപ്പോൾ പല പ്രൊമോഷൻ വീഡിയോസും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ സുരാജേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഈ പിള്ളേരൊക്കെ ആദ്യമായിട്ട് കാണുന്നത് അവർ എയറിൽ കിടന്ന് പറക്കുന്നതാണ്. ഫുൾ ടൈം എയറിലാണ്. ലൈക്ക് അവർ ആക്ഷൻസിന് വേണ്ടി ട്രെയിനിങ് പരിപാടികളാണ്. പിന്നെ അവരാരും ഡ്യൂപ്പിനെ വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മൊത്തം ഉടനെ എന്താ പറയാ ഒറിജിനലി തല്ലുകൊള്ളാണ്. അപ്പൊ എങ്ങനെയായിരുന്നു അവരുടെ ഒരു, അതായത് ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു എഫേർട്ട് അവരും ഇടും. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ അവർ ഫീൽസ് എടുക്കുന്നതിനേക്കാൾ അവർ എൻജോയ് ചെയ്തത് ഫൈറ്റ് സീക്വൻസുകളായിരുന്നു. ആണല്ലേ? അതെ അതെ. പിന്നെ വയലൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റേതൊക്കെ പരസ്യവാചകങ്ങൾ മാത്രമാണ്. ഞാൻ ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് സബ്ജക്ട് ഡിമാൻഡ് ചെയ്യണ വയലൻസ് ഈ പടത്തിന് വേണം. കാരണം നമ്മൾ ഗുണ്ടകളുടെ കഥയാണ് പറയണത്, ഒരു ഗാങ്സ്റ്ററിന്റെ കഥയാണ് പറയണത്. അപ്പൊ അതിനകത്ത് വരാൻ സാധ്യതയുള്ളത് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള റിയൽ ഇൻസിഡൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. പല സ്ഥലത്തും കാല് വെട്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ പോയി ചുറ്റി ബൈക്കിൽ കൊണ്ടുപോയി ചുറ്റിയിട്ട് എറിഞ്ഞു എന്നൊക്കെ പറയുന്ന ന്യൂസുകൾ അധികം വിദൂരമല്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ന്യൂസുകളാണ് അതൊക്കെ. അപ്പം അതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഓവർ ആവാത്ത രീതിയിൽ നമ്മൾ അതിനെ ചെയ്യാന്നുള്ളതൊരു ചലഞ്ച് ആയിരുന്നു. യെസ്. അപ്പോ ഈ സിനിമയിൽ മറ്റൊരു മെസ്സേജ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള ഒരു വഴിയിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്, നമ്മുടെ ലൈഫിന് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സിനിമ ഒരു റോങ് മെസ്സേജ് കൺവേ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എൻഡ് ഓഫ് ദി ഡേ നമുക്ക് മനസ്സിലാക്കാം എന്തൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു സൂചനയും സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും മുറയുടെ മറ്റ് മുറവിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് നമ്മുടെ സ്വന്തം മുഹമ്മദ് മുസ്തഫയാണ്. അന്നയും SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് അന്നയാണ്. നമ്മൾ ഇന്ന് മുഹമ്മദ് മുസ്തഫയുമായിട്ടുള്ള ഒരു ജേർണിയിലാണ് SK ഹോട്ട്സ്പോട്ടിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുറ സിനിമയുടെ കുറേയധികം വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി നമ്മൾ ഒരു ഡയറക്ടറിൻ്റെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തി ഒരു ആക്ടറിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ചേട്ടൻ ചെയ്തതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു ക്യാരക്ടർ മേ ബി പാലേരി മാണിക്യം സിനിമയിലെ കേശവൻ ആയിരിക്കും. ആണോ? അതെ 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 അതെ. ഇപ്പോഴും ആൾക്കാർ പറയും, ഞാൻ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴും പാലേരി മാണിക്യം ആളല്ലേ. ഓ, നമ്മുടെ ശ്രീനിവാസൻ ചേട്ടന്റെ ഒരു ചെറുപ്പം ആണ് ചേട്ടൻ ചെയ്തത്. അതെ അതെ കേശവൻ. എങ്ങനെയാണ് രഞ്ജിത്ത് സാർ അങ്ങനെ ഒരു കാസ്റ്റിംഗിലേക്ക് ചേട്ടനെ വിളിക്കുന്നത്? അത് ഈ പറഞ്ഞ ബെസ്റ്റ് ആക്ടർ കഴിഞ്ഞിട്ട് ഉടനെ നേരെ പോകുന്നത് പാലേരി മാണിക്യത്തിന്റെ ക്യാമ്പിലാണ്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് പടങ്ങളിലൊക്കെ ലൊക്കേഷനിലൊക്കെ പോയി ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ബട്ട് അപ്പൊ രഞ്ജിത്ത് സാറിന് നേരത്തെ നമ്മുടെ ഫൈനൽ പ്രോഗ്രാമിനൊക്കെ വന്നിരുന്നു. ബെസ്റ്റ് ആക്ടറിന്റെ ഫൈനൽ കാണാനൊക്കെ ആയിട്ട് വന്നിരുന്നു, ഫിനാലേക്ക് വന്നിരുന്നു. അപ്പം ആ ഒരു പരിചയം വെച്ചിട്ടാണ് പിന്നെ പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ പോകും, തിരക്കഥയുടെ ലൊക്കേഷനിലൊക്കെ പോയി ചാൻസ് ചോദിക്കുന്നു. പുള്ളി പറയുന്നു വെയിറ്റ് ചെയ്യും, സമയം വരും, ഇതിനകത്ത് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു വിടുന്നു. പിന്നെ തിരക്കഥ സിനിമക്ക് കാണുമ്പോൾ അയ്യോ ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാലേരി മാണിക്യത്തിന്റെ ഒരു നാടകക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് നടക്കുന്നു എന്ന് അറിഞ്ഞപ്പം അതിലോട്ട് പോകുന്നത്. ക്യാമ്പിനകത്ത് നമ്മൾ കുറെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറെ നാടകക്കാരൊക്കെ ഉണ്ട്. നമ്മൾ കഥ വായിക്കുന്നു, നോവൽ വായിക്കുന്നു. നോവൽ വായിക്കുമ്പോൾ ഓരോ കഥാപാത്രം നമുക്ക് ചെയ്താൽ കൊള്ളാൻ തോന്നുന്നു. അതിന്റെ ഒരു
ലാസ്റ്റ് ഡേയിലൊക്കെയാണ് നമുക്കിത് അവർ പറയണത് ഒരു ഈ ക്യാരക്ടറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ നമ്മളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ക്യാരക്ടർമാരൊക്കെ മാച്ച് ആണെന്നുള്ളതൊക്കെ അവർ കണ്ടെത്തിയിരുന്നു ആ സമയം കൊണ്ട്. അങ്ങനെയാണ് പാലേരി മാണിക്യം. ഓക്കെ. അതുപോലെ ചേട്ടാ, നമ്മുടെ പാലേരി മാണിക്യം എന്ന് പറയുന്നത് ചേട്ടനെ സംബന്ധിച്ച് വലിയൊരു മെമ്മറി തന്നെയായിരിക്കും. നമ്മുടെ മമ്മൂക്ക സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന മമ്മൂക്ക സാറിന്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കെമിസ്ട്രി? നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് അങ്ങനെ പറയും, നമ്മൾ പുതിയ ആൾക്കാരാണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, എപ്പോഴും ഒരു സ്നേഹം ഉണ്ടായിരുന്നു, നമ്മളൊരു കരുതലുണ്ടായിരുന്നു നമ്മളോടൊക്കെ. ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ജോളിയായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ക്യാമ്പിലൊക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കര നമ്മളൊക്കെ കൂളാക്കിയിരുന്നു ആദ്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഞാനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അഹമ്മദ് ആജി എന്ന് പറയുന്ന ആ ക്യാരക്ടർ മേക്കപ്പിലൊക്കെ വന്ന് നിൽക്കുമ്പം മമ്മൂക്കനെ കാണാനുണ്ടായിരുന്നില്ല അവിടെ. അത് അഹമ്മദ് ആജി മാത്രമായിരുന്നു. ആ ക്യാരക്ടറിനോടുള്ളൊരു കഥാപാത്രത്തിനോടുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ആ ചെയ്യുന്ന സമയത്ത്. അത് ശരിക്കും വർക്കായി തോന്നുന്നു. അതെ, ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന നടനിലേക്ക് വരുമ്പോൾ പാലേരി മാണിക്യം സ്റ്റിൽ ഏറ്റവും എടുത്തു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നിയത്. മറ്റ് ഏത് ചേട്ടൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ചേട്ടന് പാലേരി മാണിക്യം അല്ലാതായിട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതായിരുന്നു? പിന്നെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടാം അയിൻ സിനിമയിലുള്ള കഥാപാത്രം. മാനു എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു. ഓക്കെ. നമ്മുടെ രചന നാരായണൻകുട്ടി ആയിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ അതിന് വലിയൊരു നമ്മൾ നോർമലി കളിയാക്കി ചോദിക്കുന്നതാണ് ഇപ്പോ കുട്ടികൾ അതിന്. പക്ഷെ സിനിമ വല്ലാത്തൊരു വേറൊരു നമ്മൾ വിചാരിക്കാത്തൊരു സിനിമയാണല്ലേ? അതെ. ചേട്ടാ, ഇനി ചെയ്യാൻ ഏതെങ്കിലും റോൾസ് താല്പര്യമുണ്ടോ? അതായത് ഒരു ചെറിയ അങ്ങനൊന്നുമില്ല. ഞാനങ്ങനെ ഭയങ്കര ധൃതി പിടിച്ച് അല്ലെങ്കിൽ ഓടിപ്പാഞ്ഞ് അഭിനയിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് വളരെ അപൂർവമായിട്ട് തന്നെ വിളിക്കാറുള്ള ആളുകൾ. അപ്പൊ അതെന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയിലെ ക്യാരക്ടറൊക്കെ ആവാറുണ്ട് സാധാരണ. ഒരു സീനാണെങ്കിലും ഞാൻ പോയി ചെയ്യാറുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്ന സാധനങ്ങൾ ഞാൻ ഒരു സീനാണെങ്കിലും പോയിട്ട് അഭിനയിക്കാറുണ്ട്. അതിനെപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ. അപ്പോ ഇനിയും കുറേ അധികം വിളികൾ വരട്ടെ നമുക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഡയറക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇനിയും അധികം സിനിമകൾ ചേട്ടന്റെ ഭാഗത്ത് നിന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതേ ഉറപ്പ് നമുക്ക് സിനിമയുടെ കാര്യത്തിലുണ്ട്, അല്ലെങ്കിൽ ആക്ടിങ്ങിന്റെ കാര്യത്തിലുണ്ട്. നമുക്ക് ഈ വിളികൾ വരട്ടെ അല്ലേ? വരട്ടെ, അടിപൊളിയാവട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും വിളികൾ വരാൻ കുറച്ച് സമയം നമുക്ക് കൊടുക്കാം, പക്ഷെ പാട്ട് വരാൻ അധികം സമയം കൊടുക്കണ്ട. കേട്ടോണ്ടിരിക്കൂ SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് തന്നെയാണ്. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ഒരു കിടിലൻ ഡയറക്ടറാണ്, ആക്ടറാണ്, നമ്മുടെ സ്വന്തം മുഹമ്മദ് മുസ്തഫ. ചേട്ടാ, നമ്മള് ചേട്ടന്റെ വീട്ടുകാരെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടില് ഞാൻ മൂത്ത ആളാണ്. എനിക്ക് താഴെ എന്റെ ഒരു അനിയനുണ്ട്, അവൻ പുറത്താണ് ജോലി ചെയ്യുന്നത്. അതിന് താഴെ 2 സിസ്റ്റേഴ്സ്. എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിലായി നിൽക്കുന്നു. ഇപ്പോ ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ ഉപ്പയും ഉമ്മയും എന്റെ വൈഫും 2 പിള്ളേരുമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ചേട്ടൻ നാട്ടിലെവിടെയാ? പ്രവാസികളോട് ചോദിക്കുന്ന പോലെ പെട്ടെന്ന് നാട്ടിലെവിടെയാ? ഞാൻ തേനിപ്പലം എന്ന് പറയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ്. തേനിപ്പലം മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ. അതുപോലെ ഇപ്പോ നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ എങ്ങനെയുണ്ട്? അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. ഇന്നൊരു ഗ്രൂപ്പിൽ കട്ടൗട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കൾ ഭയങ്കര സപ്പോർട്ടാണ്. ആണല്ലേ? ഓക്കെ. നമ്മുടെ സ്കൂൾ ചെറുപ്പം തൊട്ടേയുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും നമുക്ക് ഫീഡ്ബാക്സ് ഒക്കെ തരാറുണ്ടോ സിനിമ കാണുമ്പോഴും? ഇപ്പോഴും ഉണ്ട്. കളിയാക്കാറുണ്ടോ? അല്ല, കട്ട ഫ്രണ്ട്സ് ആണെങ്കിൽ കളിയാക്കലായിരിക്കുമല്ലോ കൂടുതൽ, അപ്രിസിയേഷനും കൂടുതൽ. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, ഫ്രണ്ട്സ് എപ്പോഴും നമുക്ക് കട്ട സപ്പോർട്ടാണ് എല്ലാ സമയത്തും അല്ലേ? അല്ല, ഫ്രണ്ട്സിന് മാത്രം കൂടെ നിർത്തിയിട്ട് ചെയ്തൊരു മൂവിയായിരുന്നു അയൻ എന്ന് പറയുന്ന സിനിമ. അപ്പൊ അതിലത്രയും അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം വേറൊരു വലിയൊരു പ്രൊഡക്ഷന്റെ ബാനറിൽ ചെയ്തതല്ല, അങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയല്ല, 0 ബഡ്ജറ്റ് സിനിമയാണ് ശരിക്കും അയൻ. അപ്പൊ അതിലൊക്കെ കൂടെ നിന്നുണ്ടായിരുന്നത് ഫ്രണ്ട്സ് തന്നെയായിരുന്നു. ഓക്കെ. അപ്പൊ ചേട്ടാ, ഇനി നമുക്ക് അറിയാനുള്ളത് ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ഈ
എല്ലാവരും, അതായത് ഈ മുറ സിനിമയുടെ സമയത്ത് എനിക്ക് മുറ തന്നെയാണ് മെയിനായിട്ട് മനസ്സിൽ ഉള്ളതും ചോദിക്കാനുള്ളതും കേട്ടോ. അതിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പം. അതെ അതെ, നിലവിൽ അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോ ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ കുറെ നമ്മുടെ ഋതു ആണെങ്കിലും ബാക്കിയുള്ള യദു ആണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരെ എത്ര തെറ്റിച്ചാലും നമ്മുടെ ചേട്ടൻ അധികം ദേഷ്യപ്പെടാറില്ല, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാറുണ്ട്. എങ്ങനെ ശരിക്കും നല്ല രീതിയിൽ ദേഷ്യം വരേണ്ട സമയമായിരിക്കും, പക്ഷെ ചേട്ടൻ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ നമുക്കറിയാം എത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും തലയിൽ ഉണ്ടാവുക എന്നുള്ളത്, പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? സ്ട്രെസ് ബസ്റ്റർ എന്താണ്? ആക്ടർ ആയതുകൊണ്ട് ഇപ്പുറത്തുനിന്ന് മാറി നോക്കുമ്പോൾ ഒരു ആക്ടറുടെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അപ്പം ആക്ടേഴ്സിന് ഫ്രീഡം കൊടുക്കുമ്പോൾ അവർ മാക്സിമം ഫുഡ് തരും എന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഈ കേസ് ദേഷ്യപ്പെടേണ്ടി വന്നാൽ പോലും ഞാൻ അവരെ കാണിക്കാത്ത രീതിയിൽ മാറി എന്നിട്ടൊക്കെ എന്റെ ദേഷ്യം തീർത്തിട്ട് ഞാൻ അവരുടെ അടുത്ത് കൂളായിട്ട് സംസാരിക്കാം. നമ്മുടെ മൈ ബോസ് സിനിമയിൽ ഷാജൻ ചേട്ടൻ ബാത്റൂമിൽ കയറി ബക്കറ്റ് ചവിട്ടി പൊട്ടിക്കുന്ന പോലെ സെയിം. അപ്പൊ അതുപോലെ അവരെ അത് കാണിക്കാത്ത രീതിയിൽ അവരെ മാക്സിമം കംഫർട്ടായിട്ട് കൊണ്ടുപോയിരുന്നു. അത് ചിലപ്പോ അവരെ കാരണമായിരിക്കില്ല നമ്മൾ ദേഷ്യപ്പെടേണ്ടി വന്നത്. ചിലപ്പോ എന്തെങ്കിലും സെറ്റിംഗ്സ്, അറേഞ്ച്മെന്റ്സ് ഇതെല്ലാം സെറ്റായി വരണമല്ലോ. ഒരു സീനിനകത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വരണം. ഇപ്പം ആർട്ട് ആൻഡ് പ്രോപ്പർട്ടി ഇതെല്ലാം വേണം, ആക്ടേഴ്സ് മാത്രമല്ല. അപ്പം ദേഷ്യപ്പെടാനുള്ള കാരണങ്ങൾ ചിലപ്പോൾ വേറെ പലതും ആയിരിക്കും. അത് നമ്മൾ ഇവരുടെ അടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവരെ മാക്സിമം കൂളാക്കി നിർത്തിയിട്ട് അവരെ കൂടെ തന്നെ ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ അവരെ കൂടെ നിന്നിട്ട് അവരെങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴും. അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. അതെ, പിന്നെ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടനും നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ടർ ആയതുകൊണ്ട് വിഷമം മനസ്സിലാവുമല്ലോ അല്ലെ? അതെ 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 അതെ. ഓക്കെ, അപ്പൊ രണ്ട് ഭാഗത്തു നിന്നും ചിന്തിച്ച് അടിപൊളിയായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സിനിമയുടെ ഡയറക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുപോലെ ചേട്ടാ, ഇനിയും നമുക്ക് ഈ ടീമിനോടുള്ള ഒരു സിനിമ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ കേട്ടിരുന്നു, ശരിയാണോ? അതെ അതെ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ട്. കാരണം എല്ലാവരും ഇപ്പോഴും അതേ ഒരു വൈബിലാണ് നിൽക്കുന്നത്, ഒരു ഫാമിലി പോലെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആർക്കും ഇപ്പം വിട്ടുപോകാൻ, ഇപ്പൊ പയ്യന്മാരൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്തുനിന്ന് എല്ലാവരും ഓക്കെ ഇന്ന് എല്ലാവരും വീട്ടിലൊക്കെ പോയിട്ട് പോകാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് പറ്റുന്നില്ല. പോയിട്ട് അവർ മെസ്സേജ് അയച്ചിരിക്കുക, അയ്യോ എല്ലാവരും മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആണ് എല്ലാവരും. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റി. അതെ അതെ അതെ. ഓ, അത് വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം സിനിമ എന്നൊക്കെ പറയുന്നത് കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും പക്ഷെ അതിന്റെ പിന്നിൽ വേറൊരു ഹാപ്പിനെസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലോഗോ ഉണ്ടല്ലോ. അപ്പോ ഡയറക്ടർ എന്ന നിലയിൽ ചേട്ടനും മിസ് ചെയ്യുന്നുണ്ടോ ആ ഒരു ക്രൂനെ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ഞാൻ ഈ ഒറ്റയ്ക്കാണ് ഞാനിപ്പോ ഈ സ്പേസിലിരിക്കുന്നത്. അപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. പക്ഷെ എല്ലാവരും ഉണ്ട്, അവരവർക്ക് ഓരോ ജോലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുകയാണ്. പക്ഷെ ഒരു സെക്കൻഡ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ടെൻഷനാണ്, അയ്യോ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എല്ലാവരും ഇവിടെ പോയി, പെട്ടെന്ന് ശൂന്യമായ പോലെ. ഓക്കെ ഓക്കെ, അപ്പൊ കേട്ടോണ്ടേയിരിക്കൂ. നമ്മൾ ഇനിയും കുറെ അധികം കാര്യങ്ങൾ നമ്മുടെ സ്വന്തം മുഹമ്മദ് മുസ്തഫയിൽ നിന്നും അറിയാനുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു SK ഹോട്ട്സ്പോട്ട് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ ഒരു കിഡിലോസ്കി ഡയറക്ടറിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. മുറ, കപ്പേള സിനിമകളുടെ ഡയറക്ടർ മുഹമ്മദ് മുസ്തഫ. ചേട്ടാ, നമ്മൾ കുറേ വിശേഷങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മളിവിടെ വരെ എത്തി നിൽക്കുക. അപ്പോഴേ എനിക്ക് കപ്പേളയിലേക്ക് തിരിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം കപ്പേള സിനിമയിൽ നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റുന്ന കുറേ സാധാരണക്കാരുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റുന്ന കുറേ കഥാപാത്രങ്ങൾ. അപ്പോൾ ഇത് ശരിക്കും അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ചേട്ടൻ്റെ നാട്ടിൽ കണ്ടിട്ടാണോ അതോ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഓൾറെഡി സെറ്റിൽഡ് ആയതാണോ? എങ്ങനെയായിരുന്നു? അല്ല, അത് ഓൾറെഡി എന്ന് പറഞ്ഞത് കിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്താണല്ലോ. അപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളും കാണുന്ന ആളുകളും ഒക്കെ ചിലപ്പം കയറി വരാം, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വരാം. നമ്മുടെ ചുറ്റും ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്ന പല പല കാഴ്ചകളുണ്ടല്ലോ. അപ്പൊ അത് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എന്താണ് മാച്ച് ആവുന്നത് അത് എടുത്ത് വെക്കുന്നു, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ഞാനൊരു നാട്ടിൻപുറത്തുകാരനാണ്. എനിക്ക് ചുറ്റും ഈ പറഞ്ഞ പോലെ സാധാരണക്കാരാണ്. ഞാൻ എല്ലാം രാവിലെ കാണുമ്പോൾ നടക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ കാണുന്നത് എല്ലാം സാധാരണക്കാരായ ആളുകളാണ്. നമുക്ക് അറിയാതെ നമ്മുടെ കഥാപാത്രങ്ങളും ആ ഒരു സ്വഭാവത്തിലേക്കൊക്കെ വരും. ഓക്കെ. അതുപോലെ കപ്പേളയിൽ ഭയങ്കര ഫേമസ് ആയിരുന്ന കാര്യമായിരുന്നു മറ്റേ കടുകുമണിക്കൊരു കണ്ണുണ്ട്, ആ കണ്ണിനകത്ത് ഒരു കരടുണ്ട്. അയ്യോ, അത് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ശരിക്കും? എന്റെ കോൺട്രിബ്യൂഷൻ അല്ല. ഞാൻ ഈ സ്ക്രീൻ പ്ലേ ഒരു ഫസ്റ്റ് തുടക്കത്തിൽ വേറെ കോറൈറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അത് പിന്നെ പലരും ഇങ്ങനെ മാറി പോയി, ഇല്ലാതെയായി പലരും കൂട്ടത്തിന്.
അപ്പൊ ഈ അവസാനം ഞാനും സ്ക്രിപ്റ്റ് മാത്രമായ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 7ാമത്തെ ഡ്രാഫ്റ്റ് എങ്ങാണ്ടാണ് ഫൈനലായിട്ട് വെച്ചിരുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഇംപ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോ ഈ പറഞ്ഞ പോലെ രാത്രി ഞാൻ തലയാണയുടെ സൈഡിൽ വെച്ച് കിടക്കും സ്ക്രിപ്റ്റ്. എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുവാണെങ്കിൽ വരുത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നുമ്പോൾ അത് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തോന്നും അത് ആഡ് ചെയ്യും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് എന്ത് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒരു കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. പടം ഷൂട്ട് തുടങ്ങുന്ന സമയത്തും ഈ ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് വന്നിട്ടില്ല. പിന്നെ അതിനുവേണ്ടി മാത്രം ഞാൻ അത് മാത്രം മനസ്സിൽ വെച്ച് ഇങ്ങനെ നിന്നപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തപ്പി പക്ഷെ ഒന്നും വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പാട്ട് തുടങ്ങിയാൽ വേണം, അതായിരുന്നു അതിന്റെ ഒരു ചലഞ്ച്. അതെ അതെ അതെ. പക്ഷെ ആ സിനിമയെ മൊത്തം കൊണ്ടുപോയതും ആ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ? അതെ 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 അതെ. പിന്നെ അതുപോലെ ഈ ടൈറ്റിലിന്റെ കാര്യത്തിലും നമ്മൾ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തു, അല്ലെങ്കിൽ കുറെ അധികം ആളുകൾ ശ്രദ്ധിച്ച ഒരു പോസ്റ്റർ ആയിരുന്നു കപ്പേളയുടെ. അപ്പോ അത്തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ കൊണ്ട് കപ്പേളക്ക് ടൈറ്റിൽ ഇടുന്നത് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന്റെ 2 ദിവസം മുമ്പാണ് കപ്പേള എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. കാരണം ഫൈനൽ ഡ്രാഫ്റ്റിലാണെങ്കിലും ഞാൻ എഴുതി വെച്ചതിന്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിൽ ജെസ്സി ഫോൺ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വീടിന്റെ പിന്നാമ്പുറത്തൂടെ ഇറങ്ങി പുൽമേട്ടിലൂടെ നടന്ന് അപ്പുറത്തെ ഒരു പാറയ്ക്ക് മുകളിൽ കയറി വന്നിട്ടാണ് കോൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വഴി ഉണ്ടായിരുന്നു ഇങ്ങനെ പുൽമേട്ടിലൂടെ ആ പാറപ്പുറത്തേക്കുള്ള ഒരു പാറേന്റെ മുകളിലേക്കുള്ള ഒരു വഴി. അപ്പൊ പിന്നെ അവസാനം തോന്നിയൊരു തോട്ടാണ് അത്. അങ്ങനത്തെ ഒരു സ്പേസ്, ഒരു റേഞ്ച് കിട്ടുന്ന, ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്പേസ് എന്തുകൊണ്ട് കപ്പേള പോലത്തെ ഒരു സ്പേസ് ആയിക്കൂടാ എന്ന് തോന്നിയതാണ്. അതെ അതെ അതെ. അപ്പൊ മുറയുടെ കാര്യത്തിലാണെങ്കിലും എങ്ങനെയാണ് ഈ ടൈറ്റിലേക്ക് എത്തിയത്? മുറ നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്തിരുന്നല്ലേ? പ്ലാൻ ചെയ്ത് ആദ്യം തന്നെ ഫിക്സ് ചെയ്തിരുന്നു. അതായത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ടൈറ്റിലിന്റെ കാര്യങ്ങൾ ആദ്യം തന്നെ ചർച്ച ചെയ്ത് പോയിരുന്നു. അപ്പൊ മുറയ്ക്ക് ഒരുപാട് മീനിങ്ങുകളുണ്ട്, ഒരുപാട് പര്യായപദങ്ങളുണ്ട്. മുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ച എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് ഒന്നിന്റെ തുടർച്ച അടുത്ത ലെയർ ആയിട്ട് വരിക, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതും സിനിമ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി കണക്ട് ആവുമായിരിക്കും ഉറപ്പായിട്ടും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ മീനിങ് എന്ന് പറഞ്ഞത് മുറ എന്ന് പറഞ്ഞ ഒരു ഇനം പോത്തുകളുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യൻ ആന്ധ്രയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ വെള്ളവും പുല്ലും ഒക്കെ കൊടുത്ത് വളർത്തി അതിനെ വലുതാക്കിയതിനു ശേഷം നമ്മൾ ആവശ്യത്തിന് അതിനെ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടി ഉണ്ട് അതിനകത്ത്. ഓക്കെ, നമ്മൾ ഒരു പാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങൾ പാട്ടിന് ശേഷം. മുഹമ്മദ് മുസ്തഫ നമ്മോടൊപ്പം തന്നെയുണ്ട്, ചേട്ടൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. ഓക്കെ, കേട്ടുകൊണ്ടേയിരിക്കും. SK ഹോട്ട്സ്പോട്ടിൽ കൂടെയുള്ള തന്നെയാണ്. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ഒരു കിടിലൻ ഡയറക്ടറാണ്, ആക്ടറാണ്, നമ്മുടെ സ്വന്തം മുഹമ്മദ് മുസ്തഫ. ഇനി നമുക്ക് കുറെ നേരമായിട്ട് അറിയാൻ താല്പര്യമുള്ള കാര്യത്തിലേക്ക് തന്നെ പോവാണ്. മുറ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു കേട്ടോ നമ്മുടെ മാല ചേച്ചിയുടെ ഒരു ക്യാരക്ടർ. കാരണം നമ്മൾ ഇതുവരെ ഇത്തരത്തിലുള്ളൊരു ഷെയ്ഡ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡില് വേറെ ക്യാരക്ടറും ചെയ്തിട്ടില്ല. സുരാജേട്ടനാണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതെ, ഉറപ്പായിട്ടും. നമുക്ക് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതൊരു വേറെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ മാല ചേച്ചിയുടെ കാര്യമായിട്ടോ ഏറ്റവും എടുത്ത് പറയാനുള്ളത്. ശരിക്കും ഒരു വില്ലത്തി എന്ന് നമ്മൾ പറയുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് ശരിക്കും നമുക്കങ്ങനെ തോന്നുമല്ലോ. ഇപ്പൊ മാല ചേച്ചിനെ പറയുന്നുണ്ടായിരുന്നു, ആളുകൾ കണ്ടിട്ട് ഇടിക്കാൻ തോന്നിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നതെന്ന്. അയ്യോ, അതെന്തായാലും വളരെ എങ്ങനെയുണ്ടായിരുന്നു മാല ചേച്ചിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ചേട്ടന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ? മാല ചേച്ചി ഭയങ്കര, ഞാൻ ഫസ്റ്റ് നറേറ്റ് ചെയ്യണത് മാല ചേച്ചിന്റെ അടുത്താണ്. പാറു ചേച്ചിന്റെ അടുത്താണ് ഞാൻ സ്റ്റോറി ആദ്യം നറേറ്റ് ചെയ്യണത്, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആദ്യം. അപ്പൊ ചേച്ചി ആ സമയത്ത് തന്നെ ചേച്ചി ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. ഇത് പറഞ്ഞ പോലെ തോക്കെടുക്കണം, തോക്ക് ഇങ്ങനെ ഗണ്ണ് എന്ന് പറഞ്ഞ ഗണ്ണ് വെക്കണം, അയ്യോ ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവോ, അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ചേച്ചിക്ക്. സാധാരണ ഇല്ല ചേച്ചി, അത് ക്യാരക്ടറായി വരുമ്പോൾ നമ്മൾ ക്യാരക്ടർ ചെയ്യുന്നത് എന്തും ആളുകൾ വിശ്വസിക്കുമായിരിക്കും, നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുത്ത് ചേച്ചിക്ക് ഭയങ്കര എന്താ പറയാ ക്ലാരിറ്റിക്ക് വേണ്ടി ചേച്ചി പലതും ഇങ്ങനെ ഡൗട്ടുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതെല്ലാം ക്ലാരിറ്റി കൊടുത്ത് വരുമ്പോ ചേച്ചിക്ക് അത് കറക്റ്റ് കിട്ടി, എന്താണ് രമാദേവി എന്നുള്ളത്. അതെ, അതുപോലെ ഇപ്പോ ചേച്ചിയുടെ ഓരോ മാനറിസംസ് അല്ലെങ്കിൽ ജെസ്റ്റേഴ്സ് ആണെങ്കിലും ഭയങ്കര കാച്ചി ആയിരുന്നു. ലൈക്ക് ഇപ്പോ ഒരു
തുപ്പുന്ന ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അങ്ങനെ ഒരു കാണിക്കുന്ന ഒരു സീനുണ്ട് ഇല്ലേ? അതൊക്കെ ഭയങ്കര നമ്മൾ ശരിക്കും അങ്ങനെ ഒരു വില്ലത്തി ആ സമയത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ് അതൊക്കെ. അപ്പൊ എന്തായാലും അത് സ്പോട്ട് ഇംപ്രവൈസ് ചെയ്താണോ അതോ സ്ക്രിപ്റ്റിൽ അങ്ങനെ ചോദിക്കും? ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ചോദിക്കും, ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇട്ടോട്ടെ എന്ന് ചോദിക്കും. അത് ഓക്കേഡ് ആയിരിക്കോ? ഓക്കേഡ് ആയിരിക്കോ? ഇല്ല എടുത്ത് നോക്കാം, വേണമെങ്കിൽ മാറ്റിക്കളയാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാം. നമ്മളൊരു ആക്ടർക്ക് മാക്സിമം സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. അയാൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു, കാരണം അയാൾ ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ശരിയാണ്, തീർച്ചയായിട്ടും. വേണ്ടാത്തത് നമുക്ക് പറയാലോ, അതിനാ നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ടല്ലോ പുറത്തിരുന്നിട്ട്. വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആവുകയാണെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഇഷ്ടം പോലെ നമുക്ക് വാങ്ങാം അല്ലെ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അതുപോലെ ചേട്ടാ, ഈ ചേട്ടൻ കുറെ അധികം സിനിമയിൽ അസിസ്റ്റും ചെയ്തിട്ടുണ്ടല്ലോ. കുറെ അധികം ഇല്ല, ഞാൻ 2 പടത്തിലേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 2 പടത്തിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു ടൈം എങ്ങനെയുണ്ടായിരുന്നു അസിസ്റ്റിംഗ്? ലൈക്ക് ഡയറക്ഷനിൽ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തോ? പിന്നെ ഞാനത് ഫസ്റ്റ് എയ്ഡ് ക്ലാപ്പിലൊക്കെ വെക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ഇതിന്റെ ക്യാമറയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ മാക്സിമം പഠിച്ചെടുക്കാനോ അറിഞ്ഞിരിക്കാനോ ശ്രമിക്കുകയായിരുന്നു. അതായത് ക്യാമറ ഏതാണ്, ലെൻസ് ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പൊ മേക്കപ്പ് വേറെ ആരെങ്കിലും മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ മോണിറ്ററിന്റെ അടുത്ത് പോയിരിക്കും, മറ്റുള്ള ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് കാണാനായിട്ട് പോയിരിക്കും. ഇങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മൾ പഠന രീതി. അതെ അതെ അതെ, നമുക്കാരെയും പഠിപ്പിച്ചു തരാൻ പറ്റില്ല. നമ്മൾ തന്നെ നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ പറയുന്ന പോലെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ അല്ലെ? ഇനി ഫോട്ടോഗ്രാഫിയിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടാവില്ലേ? അതിപ്പോഴും കൂടെ ഉണ്ട്. ഞാൻ എന്റെ ക്യാമറയും എല്ലാം എക്യുപ്മെന്റ്സ് എല്ലാം എന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ ആദ്യത്തെ പോലെ അത്രയും ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഇന്നത്തെ ഒരു SK ഹോട്ട്സ്പോട്ടിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മളിങ്ങനെ നടന്നെടുക്കുകയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന് മുന്നേ അന്നയുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്ന സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ എന്താണ് സിനിമയിൽ ഏറ്റവും ഹുക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ളതൊന്ന് പറഞ്ഞാൽ. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. വെരി ഗുഡ്. നമ്മൾ അതാണ് ഫോക്കസ് ചെയ്തത്. അത് വർക്കായാലേ പടം വർക്കാവും. അതെ, ഉറപ്പായിട്ടും. കാരണം എന്താ പറയാ, ഇതിപ്പോ സിനിമയിൽ നെഗറ്റീവും പോസിറ്റീവും ഈക്വലി കാണിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി അവരെത്ര ദൂരം പോകുന്നുണ്ട് എന്നുള്ളത് ആ 4 പേരിലും. അതിപ്പോ നമ്മുടെ ഹൃദു ഹാറൂൺ അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇപ്പൊ ആ ഒരു ഹൃദുവിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇപ്പൊ ആ ഒരു വ്യക്തി ചെയ്തതാണ് മറ്റൊരും ചെയ്യുള്ളൂ എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഡയലോഗ് വരുന്നുണ്ട്. അപ്പോ അവരെല്ലാവരും ഒരേ മനസ്സായിട്ട് ലൈക്ക് ഒന്നാണ്. അതെ അതെ അതെ. നമ്മൾ പറയുന്ന ആ 2 ക്യാരക്ടേഴ്സ്, മധുരയിലെ 2 ക്യാരക്ടേഴ്സിനും കൂടി പറയണം. കാരണം അവരെ ഒരൊറ്റ സീനിനകത്താണ് അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. അതെ അതെ അതെ. ഇപ്പോ അവരുടെ ഇൻട്രോന്റെ സമയത്ത് നമ്മൾ ശരിക്കും ഇത് വേറെ ലെവലായിരിക്കോ എന്നുള്ള ഒരു ചിന്ത വന്നു. കാരണം റോങ് ആയിരിക്കോ എന്നൊക്കെ തോന്നുന്നു. അതെ, ഇവര് ചെന്നുപെട്ടത് മീൻസ് ഓൾറെഡി ഒരു നെഗറ്റീവ് ഒരു റോളിലേക്കാണ് ഇവർ പോകുന്നത്. അവര് ഇനി ചെന്നുപെടാൻ പോകുന്നത് അതിലും പണി സ്ഥലത്തേക്കാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവര് അതിലും വലിയ കട്ട നൻപന്മാരായിട്ട് കൂടെ നിന്നു. ആൻഡ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു വിഷമം അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ എന്താണ് ആ ക്ലൈമാക്സ് ആവശ്യപ്പെടുന്ന ഇമോഷൻ, അത് ആ പ്രേക്ഷകന് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്സ്. അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് വരാം അല്ലേ? അടുത്തോട്ടെടുക്കണ്ട ഇടാ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ മുറയുടെ ടൈറ്റിൽ സോങ് അല്ലെങ്കിൽ ആ ഒരു പ്രൊമോ സോങ് തന്നെ വരുന്നുണ്ട്. കേട്ടോടെയിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Once again, welcome back to SK Hotspot. കൂടെയുള്ളത് തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം കുറേയധികം സിനിമാ വിശേഷങ്ങൾ പങ്കുവെക്കാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം മുഹമ്മദ് മുസ്തഫയാണ്. അദ്ദേഹം നമ്മുടെ കപ്പേള ആൻഡ് മുറ സിനിമകളുടെ ഡയറക്ടറാണ്. അതുപോലെ നിരവധി സിനിമകളിലെ ഒരു നായക വേഷവും നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ചേട്ടാ, നമുക്ക് ഫൈനലി ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചേട്ടന്റെ ന്യൂ പ്രൊജക്ട്സിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. എന്താണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ള സംഭവങ്ങൾ? ഒരുപാടുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഇതെല്ലാം ഏത് സമയത്ത് എപ്പോ എങ്ങനെ എന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല. സിനിമയുടെ കാര്യമായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു മുൻകരുതൽ എടുക്കാന്നല്ലാതെ നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ല. എന്താണ് നെക്സ്റ്റ് മൊമെന്റിൽ നടക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മള് പല ടൈപ്പ് ഓഫ് സിനിമകളുടെ പണിപ്പുരയിലാണ്, എഴുത്തുകളിലാണ്, പല സ്റ്റേജിൽ നിൽക്കുന്ന സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല. ഓക്കെ, അവിടേക്ക് എത്തുന്നേ ഉള്ളൂ അല്ലേ?
അതെ അതെ അതെ. നമുക്ക് എന്തായാലും ഇനി ചേട്ടനെ അതായത് ഇപ്പോ ചേട്ടൻ്റെ അടുത്തൊരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കപ്പേള അല്ലെങ്കിൽ മുറയിൽ നിന്ന് മാറിയിട്ടായിരിക്കോ എന്നുള്ളത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഉറപ്പായിട്ടും വേറൊരു ജോണറായിരിക്കും, വേറൊരു ജോഗ്രഫിയിലായിരിക്കും, വേറൊരു കഥാപാത്രങ്ങളുടെ രൂപവും ഭാവവും ഒക്കെ വേറെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആവർത്തന വിരസത ഞങ്ങൾ അനുവദിക്കുന്നില്ല അല്ലേ? അല്ല, എനിക്ക് ആവർത്തനം തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളെല്ലാതും ഇപ്പൊ യുണീക്ക് ആയിട്ടിരിക്കണമല്ലോ അല്ലേ? അതെ അതെ അതെ. അല്ല, ഇപ്പോ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ കപ്പേളയുടെ ഡയറക്ടറാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു മുറ സിനിമ ഇറങ്ങിയത്. അപ്പൊ എന്തായാലും ഈ 2 സിനിമകളുടെ ഡയറക്ടറാണെന്ന് പറഞ്ഞ് ഇനി ഇറങ്ങാൻ പോകുന്നത് വേറെ, ഇത് രണ്ടും ബന്ധമില്ലാത്തൊരു ജോണർ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും കുറേ അധികം ഞങ്ങൾക്കും നല്ല രീതിയിലുള്ള സിനിമകൾ കാണാനായിട്ട് പറ്റട്ടെ മുഹമ്മദ് മുസ്തഫ എന്ന ഡയറക്ടറിൽ നിന്ന്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഉറപ്പായിട്ടും. അപ്പോ ഇനിയും ഒരുപാട് സിനിമകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ. അഭിനേതാവായിട്ടും അതുപോലെ ഡയറക്ടറായിട്ടും നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. കാരണം ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, ഒരു പേഴ്സൺ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ SK ഹോട്ട്സ്പോട്ട് അങ്ങനെ സന്തോഷപൂർവ്വം നമ്മളിങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ മിമിക്രിയുടെ വിഷമം നമുക്ക് പിന്നെ തീർക്കേണ്ടി വരും അല്ലേ? പിന്നൊരു ദിവസം നമുക്ക് തീർക്കാം. ഓക്കെ, പിന്നെ അതിന് വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു ഷോ ഉണ്ടാക്കാന്നൊക്കെ. അപ്പോൾ എന്തായാലും ഏറ്റവും കൂളായിട്ട് ഒപ്പം കട്ടയ്ക്ക് ഇന്നത്തെ SK ഹോട്ട്സ്പോട്ടിൽ കൂടെ ഉണ്ടായിരുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മലയാളത്തിന്റെ സ്വന്തം ഡയറക്ടർ മുഹമ്മദ് മുസ്തഫയായിരുന്നു. സോ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും വരുന്നുണ്ട് കിടിലൻ പരിപാടിയായിട്ട് SK ഹോട്ട്സ്പോട്ടിലൂടെ തന്നെ, അല്ലെങ്കിൽ ഇമ്മിണി ബെല്ലുരാളിലൂടെ. സോ കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.